ആശ. ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഈ കമ്പനിയിലെ ഈ പ്രോഗ്രാമിലൂടെ അവിടെ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് നല്ല രീതിയിലൊന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചതിലൂടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളായാലും അംഗനവാടി ആയാലും അവിടുത്തെ കുട്ടികളുടെ കഴിവുകളും അവർക്കൊരവസരം നൽകുകയും കൂടി ചെയ്തു. ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കമ്പനിയിൽ വേണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഉള്ളിൽ എന്താ നടക്കണതെന്ന് ഇവിടെ ഈ കമ്പനിയിലെ ചുറ്റുമുള്ള അധികാർക്കും അറിയില്ല. എല്ലാവർക്കും എല്ല് കമ്പനി അല്ലെങ്കിൽ എല്ലുപൊടി കമ്പനി എന്ന് മാത്രമേ അറിയുള്ളൂ. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കണമെന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാനും കമ്പനിയുടെ പ്രോഡക്റ്റ് അവർക്ക് അനുഭവിക്കാനും ഒരു അവസരം ഒരുക്കി. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കൂടുതൽ വേണം. അതിപ്പോൾ സ്കൂളുകളും അംഗനവാടികളിലും മാത്രമല്ല, ഇപ്പോൾ ഒരു പള്ളി ചെന്ന് അവിടെ അവരുടേതായ കുട്ടികളുടേതായ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പള്ളി, അമ്പലം അതുപോലുള്ള കാര്യങ്ങളിൽ അവിടുത്തെ കൂട്ടായ്മകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ പോലുള്ള അതുപോലെ പുരുഷഗണങ്ങൾ പോലുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പരിപാടി നടത്തിയിരുന്നത് അതിൽ എനിക്കൊരു ദിവസം പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുള്ളായിരുന്നു. ഞാൻ തിരക്കിലായിരുന്നു. ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. പങ്കെടുത്ത പരിപാടി എന്നെ വളരെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളും അവരുടെ ഗാർഡിയൻസൊക്കെ അവിടെ രംഗത്തുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ ഇത് തീരല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊരു നല്ലൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അവരെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസിന് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയമായിരുന്നു അത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും പള്ളിയിലാണെങ്കിൽ പള്ളിക്കാരുമായി ബന്ധപ്പെടുത്തി മാത്രം പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഒരു അമ്പലമാണെങ്കിൽ അമ്പലത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇത് അങ്ങനെയായിരുന്നില്ല. നിങ്ങളുടെ ലോക്കലായിട്ടുള്ള എല്ലാവരും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശരിക്കൊരു ക്രിസ്തുമസ് തന്നെയായിരുന്നു അവിടെ നടന്നത്. പൊതുവെ ജനത്തിനുണ്ടായിരുന്നു വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മാഷിന്റെ അഭിപ്രായത്തിൽ ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകണം. അപ്പോഴാണ് ജനങ്ങളുമായിട്ടൊരു നല്ല ബന്ധത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. മാത്രമല്ല പല അഭിപ്രായങ്ങളുണ്ടല്ലോ ജനങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനും വേണ്ടിയുള്ളൊരു വേദിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ 10-15 വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോക്കലിൽ മാത്രമല്ല നിങ്ങളുടെ കമ്പനി ഇരിക്കുന്ന സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അവർ പല ഗാർഡിയൻസും നിങ്ങളുടെ തന്നെ എംപ്ലോയീസാണ്, അല്ലാത്തവരുണ്ട്. പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇങ്ങനത്തുള്ള പരിപാടികളൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ നിങ്ങളോട് കൊടുത്തായിരുന്നു. ഇവിടെ നിന്നുള്ള ഒരുപാട് പിള്ളേർ അവിടെയും പങ്കെടുത്തായിരുന്നു. അപ്പം ഇങ്ങനെ ജനങ്ങളായിട്ടൊരു നല്ല ബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് കുട്ടികളുടെ. അപ്പോൾ വരുന്ന ഗാർഡിയൻസിന് കുട്ടികളിൽ നിന്നും ഞങ്ങളോട് PTA മീറ്റിംഗ് വയ്ക്കുമ്പോഴൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു എതിരഭിപ്രായങ്ങളിൽ നിന്ന് കുറേയൊക്കെ മാറ്റങ്ങൾ ജനങ്ങൾക്ക് സംഭവിച്ചതായിട്ടുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഞങ്ങളിപ്പോൾ പഴയതിൽ നിന്നും വിഭിന്നമായിട്ട് സ്കൂളുകളിൽ നിന്നാണെങ്കിലും ലോക്കൽ ആളുകളാണെങ്കിലും പ്ലാന്റിൻ്റെ അകം കൊണ്ടുപോയി സന്ദർശിക്കാൻ, ഒന്ന് വിസിറ്റ് ചെയ്യാൻ, കാണിക്കാനുള്ള കുറേ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരുപാട് പേരെ പ്ലാന്റ് കൊണ്ടുപോയി കാണിക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്പൺ ആക്കിയിട്ട് ആർക്കും എപ്പോഴും വന്ന് കാണാം. നേരത്തെ നമുക്ക് അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം മാഷിന്? വളരെ നല്ല അഭിപ്രായം. ഇപ്പം ഞാനും ചെറുങ്ങര സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിലെ പിള്ളേരും ഞാനും അവിടുത്തെ 2-3 ടീച്ചേഴ്സൊക്കെ ആയിട്ട് വന്ന് നിങ്ങളുടെ പ്ലാന്റ് കണ്ടായിരുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ കൂടെ വന്ന അധ്യാപകരും കുട്ടികളൊക്കെ ഒരു ഭയപ്പെടുത്തുന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പകരുന്ന രോഗങ്ങളൊക്കെ പകരുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അത് വന്ന് കണ്ടു പോയപ്പോഴത്തേക്കും അവർക്കത് പൊതുവെ പുറമെ കേൾക്കുന്നതല്ല ഉള്ളിൽ വരുമ്പോൾ കാണുമ്പോഴെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്പൺ വെക്കുന്നത് ജനങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനായിട്ട് വളരെ ഉപയോഗമാണ്. എൻ്റെ പേര് ഐറിറ്റ എന്നാണ്. ഞാൻ കോട്ടപ്പുറം കിഡ്സിൽ MBA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ സമ്പാളൂർ ചർച്ചിൽ ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓസിയൻ പ്ലാന്റിൽ നിന്നും ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയായിരിക്കും അവിടെ ഇത്രയും പേര് ആൾക്കാരുടെ വലിയ വലിയ സാറുമാരുടെ അടുത്ത് എങ്ങനെയാണ് പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയൊത്ത് ഡബിൾ ഡാൻസ് കളിച്ച് ഒരുവിധം നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. കൂടാതെ അവിടെ വന്ന് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പപ്പാസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അതിനുശേഷം പോയി പരിപാടികളൊക്കെ നടത്തി. വളരെയധികം നന്നായിരുന്നു പ്രോഗ്രാംസ് എല്ലാം. പല വ്യത്യസ്തമായ പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ച് പോണത്. ഇവിടെ പള്ളികളിലും അങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യാമെന്നല്ലാതെ ഒരു കമ്പനിയിൽ ഇതുവരെയും
സ്ഥലത്തും അങ്ങനെ കമ്പനിയിൽ നിന്ന് ആരെയും ക്ഷണിച്ച് അങ്ങനെ പുറത്തുനിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിട്ടില്ല. വളരെയധികം നല്ല പ്രോഗ്രാമായിരുന്നു. സാധാരണ കമ്പനികളിലൊന്നും അങ്ങനെ പുറത്തുനിന്ന് ഒരാൾക്ക് അങ്ങനെ കയറാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരു കമ്പനിയിൽ കയറാനും അവിടുത്തെ ആൾക്കാരുമായിട്ട് ഒരുപാട് സംസാരിക്കാനും വലിയ വലിയ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചതും ഒക്കെ ചെയ്തത്. ഇപ്പം അവരായിട്ട് കൂടുതൽ അടുപ്പമാണ് ഞങ്ങൾക്ക്. പുറമേ ഉള്ളവർ സാധാരണ ഒരാൾക്കാരെ കാണുന്ന പോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയും ഒരുവിധം നല്ല രീതിയിലാണ് അവർ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തതൊക്കെ. പിന്നെ മറ്റ് കമ്പനികളിൽ അങ്ങനെ പുറത്ത് കാണാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് കമ്പനിയിൽ കാണാനും അവിടുത്തെ ഉള്ള എൻവയോൺമെൻ്റ് ഒക്കെ നന്നായിട്ട് കാണാനും പറ്റിയത്. ആദ്യമൊക്കെ കമ്പനി പുറത്തുനിന്ന് കാണുമ്പോൾ അതിലെന്താണ് ആരുമായിട്ട് ഒരു അടുപ്പമില്ല, എന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവരായിട്ട് കൂടുതൽ സംസാരിക്കാനൊക്കെ പറ്റിയപ്പോഴാണ് അവർ കൂടുതൽ ഫ്രണ്ട്ലിയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരൊക്കെ പറഞ്ഞ് കാണുന്ന പോലെ നല്ല കമ്പനിയിൽ അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നതും എല്ലാം നല്ല രീതിയിലായിരുന്നു.